ചേട്ടാ, പറയൂ. പുറത്തുപോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നാലോ? നിക്കടാ, വേലക്കാരിയോട് വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അണ്ടിപ്പരിപ്പിട്ട ഉപ്മാവ് കഴിക്കാം. ശരി ചേട്ടാ. അകത്തോട്ട് വരാമോ? കമീൻ. നമ്മുടെ മുതലാളി വളരെ നല്ലവരാ, നല്ല ശമ്പളം തരും. സാറേ, നിങ്ങൾ വേലക്കാരി വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഞാൻ കൂട്ടി വന്നിട്ടുണ്ട്. നിന്റെ പേരെന്താണ്? എന്റെ പേര് റൂബി എന്നാ സർ. റൂബി എന്നാണോ? ഓക്കെ. അത് പിന്നെ രാവിലെ ടിഫിൻ, ഉച്ചയ്ക്ക് ലഞ്ച്, ഈവനിങ് ഡിന്നർ ഉണ്ടാക്കണം. 3 നേരം ഫുഡും ഉണ്ടാക്കണം. വൈകുന്നേരം വരെ ഇരിക്കുകയും ചെയ്യണം. വൈകുന്നേരം വരെയൊക്കെ ഇരിക്കണോ സർ? അതെ, വേണം. ശരി, എന്നാ എത്രയാ ശമ്പളം തരുന്നത്? ഇതിനു മുമ്പ് ഇവിടെ ജോലി ചെയ്തോണ്ടിരുന്നവർക്ക് 10,000 കൊടുത്തോണ്ടിരുന്നേ. നിനക്ക് എത്ര വേണമെന്ന് ചോദിക്കേ. 20,000 കിട്ടിയാ നന്നായിരുന്നു. 20,000 എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടുതലല്ലേ? ശരി, ഒരു 15,000 മേടിച്ചോ. 15,000? ശരി എന്നാ. പക്ഷെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു ദിവസം മുഴുവൻ വേണ്ടേ ഇവിടെ? എന്തെങ്കിലും കൂട്ടിത്തരാൻ പറ്റുമോ? ആദ്യം ജോലി ചെയ്യ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. എന്നാ പിന്നെ ശരി സർ. എന്നാ ഓക്കെ അല്ലേ? എനിക്ക് ഓക്കെയാണ് സർ. നിങ്ങൾക്ക് ഓക്കെ അല്ലേ സാറേ? ഓക്കെ, എന്തായാലും നോക്കാം. തുണി അലക്കാനുണ്ടോ ചേട്ടാ? തുണി അലക്കണോ? തുണി അലക്കണോ? ഞാൻ തുണി ഞങ്ങൾ വാഷിംഗ് മെഷീനകത്ത് ഇടും, അതെടുത്ത് ഉണങ്ങാൻ ഇട്ടാ മതി. ശരി എന്താ റൂബി, ഓക്കെ അല്ലേ? ഓക്കെ സർ. ശരി, നിങ്ങൾക്ക് ഓക്കെ അല്ലേ സാറേ? ശരി, നിങ്ങൾ പോയി ടിഫിൻ ഉണ്ടാക്കൂ. എന്താ ഞാൻ ചെയ്യേണ്ടത്? അണ്ടിപ്പരിപ്പ് കിട്ടിയിട്ട് ഒരു ഉപ്മാവ് ഉണ്ടാക്ക്. എന്താ പോയി ചെയ്തൂടെ? ശരി. ഓക്കെ സാറേ. ഓക്കെ. സന്തോഷായില്ലേ? അതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ? ഞാൻ ഗൂഗിൾ പേ ചെയ്യാം, നീ ഇപ്പൊ പൊക്കോ. ശരി സാറേ, വളരെ നന്ദി. ഞാൻ പോട്ടെ. ഓക്കെ. കിച്ചൺ എവിടെയാ ഉള്ളത്? നേരെ പോയിട്ട് ലെഫ്റ്റിൽ പോകും. ബൈ റൂബി, നീ പോയി ജോലി നോക്ക്. ശരി. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? പോയി ടിഫിൻ കഴിപ്പോ. ശരി ചേട്ടാ. ചേട്ടൻ എന്താ ഇനിയും വരാത്തെ? ഡിന്നറിന് സമയമായല്ലോ. ഹായ് ചേട്ടാ. ഹായ്ഡാ, ഫുഡ് കഴിച്ചോ? ഇല്ല ചേട്ടാ. ശരി, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, എന്നിട്ട് ഒരുമിച്ച് കഴിക്കാം. ശരി ചേട്ടാ. വീട് മുഴുവൻ വൃത്തികേടായി കിടക്കുക. കാശുള്ളവരൊക്കെ ഇങ്ങനെയാ തോന്നുന്നു. വെറുതെ വീട്ടിൽ വന്ന് കിടക്കും. നമ്മക്കൊന്നും അങ്ങനെ പറ്റില്ല. ഓരോരുത്തരുടെ വിധി. എന്തു ചെയ്യാനാ? ജോലി ചെയ്താലേ ഭക്ഷണം കിട്ടൂ എന്നുള്ള അവസ്ഥയല്ലേ എനിക്ക്. എത്ര തുടച്ചാലും അഴുക്ക് പോകുന്നില്ല. തുടച്ച് എന്റെ കൈ വേദനിക്കുന്നു. എന്റെ ഈശ്വരാ.
എന്താ ഇവൻ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇവന് വേലയും കൂലിയും ഒന്നും ഇല്ലാന്നാ തോന്നുന്നു. എന്താടാ ഇത്? ഇപ്പോഴൊക്കെ നീ മുഴുവൻ സമയം വീട്ടിലാണല്ലോ. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഒന്നുമില്ല ഏട്ടാ, എല്ലാം തീർത്തതാ. അങ്ങനെയാണോ? അപ്പൊ ശരി. ഉം